മൂന്നെണ്ണം മതി. മൂന്നെണ്ണം തന്നെ ചോദിച്ചാ ഒരെണ്ണം എത്ര അത് നോക്കിയിട്ട് ചെറുതല്ലേ കുടിക്കാനല്ല കൊണ്ടുപോകാനാണ് നല്ലത്. ചെറുതല്ലേ ഇത് കാര്യമില്ല, നല്ല ഇതായിരിക്കും കഴിക്കാൻ. മറ്റേത് കട്ടി കൂടുതലേ. പിന്നെ ഇരിക്കട്ടെ. എത്ര 80 160. എത്ര രൂപ? എത്ര നമ്മൾ വന്നപ്പോൾ അവിടെ നിന്ന് സർവത്ത് വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ. അവിടെ സർവത്ത് എന്ന് പറയുന്നത് നൊങ്ക്, പൈനാപ്പിൾ, പിന്നെ മുന്തിരിങ്ങ എല്ലാം കൂടെ ഇട്ട് നൊങ്ക് സർവത്ത്, പഴം എല്ലാം കൂടെ ഉള്ളത്, ആപ്പിള്. അങ്ങനെ ചൂടല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് കണ്ടിട്ട് വന്നപ്പോൾ എനിക്കിതിൽ മതി. ഇതിലാകുമ്പോൾ നിറയെ കിട്ടും. ഈ ഗ്ലാസ്സിൽ ശകലേ കൊള്ളുള്ളൂ. എനിക്കിതിൽ മതി. കലക്കി കഴിക്കും. പിന്നെ നമ്മൾ നൊങ്ക് കൂടെ വാങ്ങി കേട്ടാ. മുമ്പേ നമുക്ക് പന ഉണ്ടായിരുന്നപ്പം കള്ളച്ചാട്ടാ കണ്ട ഞാൻ അളന്ന് വീത്തി കള്ളച്ചാട്ടേ. ഇപ്പോൾ നമ്മൾ ക്ഷീണിച്ച് പല്ല വെയിൽ കേട്ടോ. വെയിൽ കൊണ്ട് പൊരിഞ്ഞു പോവും. പറഞ്ഞിട്ടൊക്കെ കണ്ട് കൊള്ളാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പറഞ്ഞിട്ട് കാണുന്നത്. മുമ്പേ ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ പോകൂല കേട്ടോ, മടിയായിരിക്കും. നമ്മൾ കമ്പനിയിലൊക്കെ പോകുമ്പോൾ അത് നൊങ്ക് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് മുമ്പേ പന ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ വിൽക്കുമായിരുന്നു കേട്ടോ നൊങ്ക്. ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അയാൾ വന്ന് വെട്ടിയെടുത്തിട്ട് പോകും, പൈസ തരും. നമുക്ക് ആവശ്യത്തിന് കുടിക്കാൻ എടുക്കുമായിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ വാങ്ങിയത്. സ്പൂൺ വേണ്ടേ? ഡേ നീ ചോറ് കഴിച്ചില്ലേ? എന്ത് പിന്നെ പഴങ്കഞ്ഞി അടിക്കാത്ത എന്ത്? എങ്ങനെയുണ്ട് സർവത്ത്? ഞാൻ ഉണ്ടാക്കി സർവത്ത്. ഉപ്പൂ നല്ല ചൂട് കേട്ടോ. ഇനി ഇരിക്കട്ടെ കുറച്ച് നേരം. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് കണ്ടിട്ട് വന്നപ്പോഴേ എന്താ നൊങ്ക് വാങ്ങിക്കൊണ്ട് വന്നല്ല. അങ്ങനെ ചേട്ടൻ നൊങ്ക് വെട്ടുന്ന കേട്ടാ. നമ്മളവിടെ നൊങ്കെന്നാണ് പറയണത്. വേറെ നിങ്ങളെയൊക്കെ നാട്ടിൽ വേറെ പേരുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് നൊങ്ക് വേറെ പേരുണ്ട്, അറിയാം മേഡം? അറിഞ്ഞൂടെ? നല്ലതല്ലേ ഇത് കഴിക്കണ ചൂട് സമയത്ത്. മുമ്പ് നമുക്കിത് ഇതിൻ്റെ പന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് വേറെ അങ്ങ് പാട്ടത്തിന് കൊടുക്കാം. അവർ വന്ന് നമുക്ക് ഒരുമിച്ച് കുറച്ച് പൈസ ഇങ്ങനെ തന്നിട്ട് കുറച്ച് എന്തെങ്കിലും തന്നെ ഒരു 500 600 തന്നിട്ട് ഈ കുറേ ദിവസം അവർ തീർന്ന വരെ പിന്നെ അത് തന്നെ വെട്ടിയിട്ട് പോകും. അതല്ല, കുറച്ച് പൈസ തന്നെ തരും. എന്നിട്ട് ആ നൊങ്ക് ഇതായി വരുമ്പോൾ, ചെറിയ ഇതായി വരുമ്പോൾ തന്നെ 500 600 രൂപയെ തരുള്ളൂ. എന്നിട്ട് അവർ അത് തീർന്ന വരെ മൊത്തം വന്ന് ഇടയ്ക്കിടയ്ക്കെടുത്ത് വെട്ടിക്കൊണ്ട് പോകും. ചേട്ടൻ ഷർട്ട് ഇടാൻ നിൽക്കുന്നത്, ഷർട്ടില്ലെന്ന് പാവം. അപ്പോഴേ ഇപ്പോൾ ഒന്നല്ല, ഒരു 10 വർഷത്തിന് മുമ്പേ. അപ്പം പിന്നെ നമുക്ക് ഇടയ്ക്ക് കുടിക്കണം തോന്നുമ്പോൾ അവർ തരും, ഒരു ഇത് വെട്ടി തരും. പിന്നെ മുമ്പേ നമ്മൾ ഇത് പഴുത്ത് തൊഴിയുമ്പോൾ എന്തോന്ന് വേവിച്ച് കഴിക്കും അല്ലേ? പനങ്ങ വേവിച്ച് കഴിക്കും. കഴിച്ചത് പനങ്കിഴങ്ങിൻ്റെ ഇട്ട് പനങ്കിഴങ്ങിൻ്റെ ഇവിടെ ഇട്ടിട്ട്. പിന്നെ ഇതിൻ്റെ ഇത് പഴുത്ത് തൊഴിയുമ്പോൾ അതിനെ നമ്മൾ വെട്ടി മണ്ണിൻ്റെ കുഴിച്ചിടും. അവിടെ വെക്കും, മൊത്തം വെട്ടി വെക്കേ. പിന്നെ നമ്മൾ ഇത് പഴുത്ത് തൊഴിയുമ്പോൾ കുഴിച്ചിടുമ്പോൾ പനങ്കിഴങ്ങ് വരും. പിന്നെ നമ്മൾ പഴുത്ത് തൊഴിയുമ്പോൾ വേവിച്ച് കഴിക്കും. നല്ല ശർക്കര ആണെങ്കിൽ ഇട്ടിട്ട് നല്ല കഴിക്കും, നല്ല സൂപ്പർ. ഇതെല്ലാം ക്ലീൻ ചെയ്യണമല്ലോ ഞാൻ. എവിടെയൊക്കെ പോണത് പിന്നെ ക്ലീൻ ചെയ്യണ്ടേ? കുട്ട കൊണ്ട് വെച്ച് കൊടുത്ത്
ഇത് കുടിക്കാൻ നല്ലത്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടാ ഇത്. മുമ്പേയൊക്കെ നമുക്ക് വേണ്ട, ഇപ്പോഴാണ് ഇത് കുടിക്കാൻ തോന്നണത്. സ്പൂണൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചോണ്ടിരിക്കണ കുടിക്കാൻ. ഈ ഇവിടുത്തെ ഈ കൊച്ചു ആഹാരം കഴിക്കില്ല കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല. ഇവന് എന്തെങ്കിലും കഴിക്കാൻ 2 കടല എന്തെങ്കിലും മിച്ചർ അങ്ങനെ കിട്ടിയാലും മതി. ഇപ്പൊ ആമ്പിള്ളേർ ഈ പ്രായത്ത് ആഹാരം കഴിക്കേണ്ടതാണ്, അതറിയാവോ? അങ്ങനെ 2 നുങ്കായി കേട്ടാ. നമ്മൾ സർവത്ത് വാങ്ങിയ കടയിൽ നുങ്കുണ്ടായിരുന്നു, പിന്നെ അവിടെ നിന്ന് വാങ്ങി. ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ട് കേട്ടാ. ഈ ഒരെണ്ണം 20 രൂപ തന്നെ. തന്നെയല്ല, നമ്മളിപ്പോ 3 വരില്ലേ. ഞാൻ വിചാരിച്ചു ഒരു നോങ്കിന് 5-10 രൂപ. ഈ ചെറുതിന് ഇതെല്ലാം കൂടെ 80 രൂപ. എന്നും കുടിക്കണല്ല, വല്ലപ്പോഴും ഇങ്ങനെ വാങ്ങിച്ചു കുടിക്കണം. നമ്മൾ നുങ്കൊക്കെ വെട്ടി ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുടിക്കും കേട്ടോ ഇത്. 3 പേർക്കും 3 വലുതുണ്ട്. പിന്നെ എത്ര ചെറുത്? 2, 4 ചെറുതുണ്ട്. എനിക്ക് 2 വേണം കേട്ടാ. 4 ഇല്ലേ? ഓ, എല്ലാവർക്കും 2 ഉണ്ടല്ലോ. ഓ, എല്ലാവർക്കും 2 കുറേ ദിവസം കൊണ്ട് വിചാരിക്കണം നമുക്ക് കഴിക്കണം. ഷർട്ട് ഇടാതെ നിൽക്കുന്ന നാട്ടുകാരെ, ഷർട്ട് ഇടാതെ നിൽക്കണേ. ഷർട്ട് ഇടാൻ പപ്പയ്ക്ക് മോന് ഷർട്ട് ഇടാൻ വേണ്ടി നമുക്ക് കുടിക്കണേണ്ടാ. കൊള്ളാമാ? പിന്നെ ആദ്യം ഇങ്ങനെ ഇതാക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള ജ്യൂസിനെ കുടിക്കണം, ഇല്ലെങ്കിൽ അതെല്ലാം കളയും. ഇത് പാത്രത്തിൽ ഇളച്ചു വിട്ടിരുന്നെങ്കിൽ, എന്നിട്ട് സർവത്തിൻ്റെ കളർ ഉണ്ടെങ്കിൽ സർവത്തടിക്കാം. നിങ്ങളെന്തിനാ അതിന്റെ ഇതെല്ലാം കളയണേതാ? പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അതിന്റെ ജ്യൂസിനൊക്കെ കളയുന്നത്. ജ്യൂസ് അതിൻ്റെ അകത്തുള്ള ജ്യൂസാണ് കുടിക്കണ്ടേ. നമുക്കിപ്പോൾ രാത്രി ചോറ് കഴിക്കാം. നമ്മൾ രാവിലെ കറിയൊന്നും വെച്ചില്ല കേട്ടോ, പറഞ്ഞിട്ടിന് പോയതുകൊണ്ട്. അപ്പം 3 മുട്ടയായിരുന്നു. പിന്നെ അതാ ഓംപ്ലേറ്റ് അടിക്കണം. ആരാണ് ഓംപ്ലേറ്റ് അടിക്കണേ? ചേട്ടനാ, സെല്ലു ചേട്ടൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങളെ പേര്. പിന്നെ ഞാൻ അങ്ങനെ ഒന്നും വിളിക്കില്ല കേട്ടോ, ചേട്ടാന്ന് വിളിക്കുള്ളൂ. ഞാൻ ഇപ്പം വീഡിയോയിലാണ് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ ഇന്നൊരു ചേട്ടൻ്റെ പേരങ്ങനെ വിളിക്കാറില്ല. പിന്നെ ഇത് ചേട്ടൻ ഉണ്ടാക്കിയ ഒരു പുളിങ്കറി. പുളിങ്കറി എന്ന് വെച്ചാൽ പുളിക്കറിയല്ല, മുളക് ചുട്ട്, ഉണക്ക മുളക് ചുട്ട്, മുട്ടയെല്ലാം ഓംലേറ്റ് എല്ലാം കളായി മുട്ട തെറിച്ച്. അടുത്ത് മുളക് ചുട്ട്, ഉണക്കമുളക് ചുട്ട്, കുഞ്ഞുള്ളി ചുട്ട്, പിന്നെ എന്താന്ന് എല്ലാം ചുട്ട്, മറ്റേ ഒരു ഉള്ളി, മുളക്, പുളി, ഇല്ല അതെല്ലാം കൂടെ ചുട്ട് എടുത്തിട്ട്, ഉള്ളിയും കൊച്ചുള്ളിയും ഉണക്കമുളകും കൂടെ ചുട്ടെടുത്തിട്ട്, പിന്നെ അത് പുളി, നമ്മളെ വാളംപുളി ഉണ്ടല്ലോ, വാളംപുളി, എണ്ണ, ഉപ്പ് എല്ലാം കൂടെ വെച്ച് ഞവക്കിട്ടി നല്ല വെച്ച് നല്ല ഇത് വെച്ച് മാത്രം ചോറ് കഴിക്കുക. ഇതും നല്ല ചൂട് ചോറും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് കറി ഇല്ലാത്തതുകൊണ്ട് ഇത് കറി. അടുത്ത് മുട്ട. മുട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പണ്ടൊക്കെ ഇത് മാത്രം വെച്ച് ചോറ് കഴിക്കും കേട്ടോ, കറിയൊന്നും ഇല്ലാത്തപ്പം. പിന്നെ അരച്ച് ഉരുട്ടി ഇങ്ങനെ അമ്മയിൽ വെച്ച് അരച്ച് ഇങ്ങനെ എടുത്തിട്ട് ചോറുമായിട്ട് വിരവി കഴിക്കുമായിരുന്നു. അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് മാത്രം ചോറിലിങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് എന്നറിയാമോ? എൻ്റെ ഇടയ്ക്ക് പറച്ചല്ല ഭാഷ പറഞ്ഞണ്ട സുഖങ്ങളൊക്കെ തന്നെ അപ്പി. എന്തൊക്കെയാണ് തന്നെ എത്ര എനിക്ക് പിന്നെ ചിലപ്പം വരും, ചിലപ്പം
എത്ര മുട്ടയൊക്കെയാണ് അടിക്കുന്നത്? മുട്ട ഒരു മുട്ട എന്നാണ്ട് വേറെ അവിടെ ഉണ്ട്. 3 മുട്ട എടുത്ത് ചരിച്ച് 3 ഇറക്കുമായിരുന്നു. നമ്മളൊക്കെ പിന്നെ എന്തൊരു പറയാ അപ്പികളെ. ചോറൊക്കെ കഴിക്കണ്ടേ പിന്നെ? പിന്നെ സുഖങ്ങളൊക്കെ തന്നെയല്ല? സുഖങ്ങളൊക്കെ തന്നെ. നമ്മളിന്ന് സർവത്തോളം കുടിച്ചപ്പേ. നമ്മളെ അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴ് വെള്ളമൊക്കെ ദാഹിച്ചപ്പം പിന്നെ എന്തിനാ ഇത് സർവത്തൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടൊക്കെയാണ് വന്ന അപ്പികളെ. ഓ അപ്പിനെ ഇഷ്ടം പോലെ ചെയ്യപ്പേ. ഇവിടെ അത് പീസായി. അതെന്തോന്നില്ലേ ഇന്നാണ് കത്ത് വരുന്നത്. അവിടെ അല്ല ഇത് ഒന്നില്ല പിന്നെ ഇവിടെ തൊടുമ്പോ ഈ ലൈറ്റ് മിന്നാമിനിങ്ങ പോലെ മിനിങ്ങുമായിരുന്നു. ഞാൻ പിതുക്കുമായിരുന്നില്ല. പിന്നെ മുട്ടയൊക്കെ ആയൊന്ന് നോക്കാം നമുക്ക് അപ്പികളെ. ഇന്ന് ഒന്നും തൂത്ത് വാരിയില്ല അപ്പേ. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടിനൊക്കെ പെയ്യള അങ്ങനെയൊക്കെ. അയ്യോ നമ്മളെ സംസാരം കുളമാവും. എന്താ മുട്ടയെല്ലാം കുളമായതാ. തറയിലൊക്കെ പിച്ച് പറക്കിയൊക്കെ ഇടുന്നത്. അതാ തറയിലിട്ടേനെടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് കണ്ട ലൈവായിട്ട് കാണിക്കാതാ. ഈ ഇത്രയും മുട്ട എനിക്ക് കഴിക്കാൻ തോന്നണം. എടി കുഞ്ഞു എന്തടി എടി പോടി നീ. നമ്മളിവിടെ പാറശാല ഭാഷ പറഞ്ഞോണ്ടിരിക്കുമ്പോ കുഞ്ഞപ്പി നിങ്ങൾ എന്തിനൊക്കെയാണ് പറയണത്? കുഞ്ഞു നിങ്ങൾ ചോറൊക്കെ കഴിച്ചാ? ചോറൊക്കെ തിന്നാ? പിന്നെ പേയ് ഉറങ്ങ്. പിന്നെ നമ്മൾ ഇന്ന് ചോറ് കഴിക്കാൻ പോണേട്ടാ. നമ്മൾ ചോറൊക്കെ കഴിച്ചിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ അവിടെ കോവലിൽ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്തോന്നും അവിടെ ഏശ്ശേരി കഞ്ഞി ഉണ്ടായിരുന്നു. ഏശ്ശേരി കഞ്ഞി അങ്ങനെ അത് കുടിച്ചിട്ട് വന്നു. പിന്നെ ചോറൊന്നും കഴിച്ചില്ല. അവനാണെങ്കിൽ ഒന്നും കഴിച്ചില്ല കേട്ടോ. ഇവിടെ ഇരുന്ന് കടല എന്തൊക്കെ കഴിച്ചു അങ്ങനെ തന്നെ. പിന്നെ വന്നപ്പോൾ സർവത്ത് വാങ്ങിക്കൊണ്ടുവന്നല്ലോ. അങ്ങനെ പിന്നെ സർവത്ത് കുടിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പം തേയില കുടിച്ച് മുറുക്ക് കഴിച്ച് പിന്നെ അങ്ങനെ ചോറ് കഴിക്കാൻ പോണം. എടി കുഞ്ഞു എന്ത് മോള് അമ്മയുടെ ചുന്ദരി മാവേ എന്ത് മാവേ നിനക്ക് ചോറ് മുട്ടേരെ മണം അടിച്ചപ്പോൾ പൊടി. നമ്മളങ്ങനെ ചേട്ടൻ ഉണ്ടാക്കിയ പുളിയും മുളകൊക്കെ ചുട്ട് കഴിക്കാൻ അത് കൊള്ളാൻ കിട്ടാം. മുട്ട ഓംപ്ലേറ്റ് ഇട്ട് അങ്ങനെ കഴിക്കാൻ പോകണം. പിന്നെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം.